ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ പറയുകയാണ് ഞാൻ ടീച്ചറായിട്ട് ഒരു റാങ്ക് കിട്ടിയെന്ന്. അപ്പം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവരവിടെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. 1ാം ക്ലാസ് തൊട്ട് പഠിച്ച ടീച്ചർമാരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, കുട്ടി പഠിച്ചതുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു നേട്ടം വരുമ്പോൾ അതിൻ്റെ ക്ലെയിം 113 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് തിരുവിതാംകൂർ പ്രദേശത്താണ്. അപ്പോൾ ഈ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ മറുപടി എനിക്കുമുണ്ട്. അപ്പോൾ ഞാനത് ഒരുപാട് വർഷം പഠിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഗവൺമെൻറ്റുകളും മനുഷ്യൻ്റെ പുരുഷായുസ് കൂട്ടാനല്ല കുറയ്ക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം പഠിപ്പിച്ച ഒരാൾ പറയുകയാണ് ഞാൻ കാരണം റാങ്ക് കിട്ടി. അതുപോലത്തെ ക്ലെയിംസ് പാടില്ല. അത് ശാസ്ത്രവിരുദ്ധമാണ്, ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലുമാണ്. എല്ലാ ഗവൺമെൻറ്റുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒറ്റ വാചകം ശ്യാമിലേക്ക് 2 വാചകം പറയാൻ അവസരം. ബഹുമാനിയനായ ഡോക്ടർ SS ലാല് കേരളം ആദരിക്കുന്ന പ്രഗത്ഭനാണെങ്കിലും കഴിഞ്ഞ 2021 എന്നോടൊപ്പം കഴക്കൂട്ടം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പാടില്ലേ? ഇക്ബാൽ സാർ ഡോക്ടറല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡോക്ടർമാർക്ക് സ്ഥാനാർത്ഥിയാണ്. വേറെ എന്തോ കാര്യമാണ് അതല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും പറയും ഞാൻ സയൻസ് പറഞ്ഞാൽ പറയും ഞാൻ UDF ആണ്. ഡോക്ടർ ഇക്ബാൽ LDF ആണ്, ഡോക്ടർ ജോ LDF ആണ്. എനിക്ക് അവസരം നൽകിയാൽ കുഴപ്പമില്ല. അത് മത്സരിക്കുന്ന ആർക്കും മത്സരം. ഡോക്ടർ ചിത്രത ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.